ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഏറ്റവും മനോഹരമായ ഒരു പട്ടണമാണ് തെങ്കാശി. ഇന്നത്തെ തെങ്കാശി ജില്ല പഴയ തിരുനെൽവേലി ജില്ലയുടെ ഭാഗമായിരുന്നു. തെങ്കാശി വടക്ക് വിരുദനഗർ, കിഴക്ക് തൂത്തുക്കുടി, തെക്ക് തിരുനെൽവേലി, പടിഞ്ഞാറ് കേരളം എന്നിങ്ങനെ അതിരുകൾ പങ്കിടുന്നു. ചിറ്റാർ, അനുമ നദി എന്നീ രണ്ട് പ്രധാന നദികളാൽ ജില്ലയെ പോഷിക്കപ്പെടുന്നു. അതിനാൽ ഈ പ്രദേശത്ത് കൃഷി തഴച്ചു വളർന്നു. ജനസംഖ്യയുടെ 65% പേരും കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. ജലസ്രോതസ്സുകളായ ഗുണ്ടാർ, അടവിനയാർ, കറുപ്പ നദി, രാമനദി അണക്കെട്ടുകൾ എന്നിവയും 800-ലധികം ടാങ്കുകളും ജലസേചനത്തിന് സഹായകമാണ്. നദികൾ ചേർന്ന് രൂപപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ ജില്ലയിലേക്ക് ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. ചിറ്റാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ കൊത്രാളം വെള്ളച്ചാട്ടം സംസ്ഥാനത്തുടനീളം അറിയപ്പെടുന്നു. ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളത്തിന് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ വെള്ളച്ചാട്ടത്തെ മെഡിക്കൽ സ്പാ ആയി കണക്കാക്കുന്നു. ജില്ലയിലെ മറ്റ് 8 വെള്ളച്ചാട്ടങ്ങളിൽ പേരരുവി, ഐന്തരുവി, പുലിയരുവി എന്നിവയാണ് പ്രധാനം. തെക്കൻ തമിഴ്നാട്ടിലെ ചില പ്രധാന ആത്മീയ സ്ഥലങ്ങൾക്ക് പേരുകേട്ടതാണ് തെങ്കാശി. കുറ്റാലീശ്വര ക്ഷേത്രം തെങ്കാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശിവന്റെ അവതാരമായ നടരാജന്റെ 5 സഭകളിൽ ഒന്നാണിത്. തമിഴ് കവി തിരുകൂട രാസപ്പ കവരിയാർ തന്റെ കുത്രാല കുറവഞ്ചി എന്ന കവിതയിൽ ഈ സ്ഥലത്തിന്റെ ഗംഭീരമായ സൗന്ദര്യം വിവരിക്കുന്നു. കാശി വിശ്വനാഥർ ക്ഷേത്രം, ശങ്കരൻ കോവിൽ ക്ഷേത്രം, പൊട്ടൽപുത്തൂർ ദർഗ, ഇളങ്ങിക്കുമാർ ക്ഷേത്രം എന്നിവയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ആത്മീയ കേന്ദ്രങ്ങൾ. തമിഴ്നാട്ടിലെ 33ാമത്തെ ജില്ലയായി തെങ്കാശി ജില്ല രൂപീകരിച്ചു. 13ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് തെങ്കാശി സ്ഥാപിതമായത്. ക്ഷേത്രത്തിൽ വേദങ്ങളും പുരാണങ്ങളും പാരായണം ചെയ്യാൻ ബ്രാഹ്മണർക്ക് വീടും ഗ്രാമങ്ങളും സമ്മാനിച്ച വീരപാണ്ഡ്യയുടെ കാലഘട്ടത്തിലെ 1384 ലിഖിതങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. 1428-നും 1460-നും ഇടയിൽ ഒരു പാണ്ഡ്യ രാജാവായ പരക്കിരാമ പാണ്ഡ്യൻ ആധുനിക തെങ്കാശിയും അതിന്റെ ചുറ്റുപാടുകളും ഉൾക്കൊള്ളുന്ന മധുരപ്രദേശത്തിന്റെ തെക്കൻ ഭാഗം ഭരിച്ചു. പരക്കിരാമ പാണ്ഡ്യയുടെ ഭരണത്തെക്കുറിച്ച് വ്യത്യസ്തമായ തീയതികൾ ഉണ്ടായിരുന്നു. ചിലർ വർഷം 1309 എന്ന് പരാമർശിക്കുന്നു. 16ാം നൂറ്റാണ്ടിൽ മധുര പ്രദേശത്തിന്റെ ഭാഗമായിരുന്നു തെങ്കാശി. 1559 വിജയനഗര സാമ്രാജ്യത്തിൽ നിന്ന് മധുരൈ നായ്ക്കരുടെ കീഴിൽ സ്വതന്ത്രമാവുകയും ക്ഷേത്രത്തിന്റെ രാജവംശത്തിലെ ഭരണാധികാരികളിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുകയും ചെയ്തു. ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ തെങ്കാശി എന്നാൽ ദക്ഷിണ കാശി എന്നാണ്. പേര് പോലെ തെങ്കാശി സ്ഥിതി ചെയ്യുന്നത് തെക്കേ ഇന്ത്യയിലാണ്. തെങ്കാശി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് സുന്ദരപാണ്ഡ്യപുരം. അതിമനോഹരമായ സൂര്യകാന്തി പാടങ്ങൾക്ക് ഇത് വളരെ ജനപ്രിയമാണ്. കൂടാതെ ധാരാളം പാട്ടുകൾ, സിനിമകൾ, സിറ്റ് കോമുകൾ, ഡോക്യുമെന്ററികൾ എന്നിവയിൽ ഇത് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. മണിരത്നത്തിന്റെ ഏറെ പ്രശംസ നേടിയ റോജ എന്ന ചിത്രം ചിത്രീകരിച്ചത് ഈ മേഖലകളിലാണ്. വിനോദസഞ്ചാരികൾ സാധാരണയായി സുന്ദരപാണ്ഡ്യപുരത്തേക്ക് ഒരു ഏകദിന ടൂർ ആസൂത്രണം ചെയ്യുകയും മികച്ച കാഴ്ചകൾ ലഭിക്കുന്നതിന് അത് രാവിലെ തന്നെ സൂര്യകാന്തി പാടങ്ങൾ സന്ദർശിക്കുകയും ചെയ്യുന്നു. തെങ്കാശിയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ അകലെയാണ് സുന്ദരപാണ്ഡ്യപുരം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളൊരു യാത്രാ പ്രിയരാണെങ്കിൽ തീർച്ചയായും ഒരിക്കലെങ്കിലും തെങ്കാശിയിലേക്ക് ഒരു യാത്ര ചെയ്തിരിക്കണം. കേരളത്തിൽ നിന്നും മനോഹരമായ തെന്മലയും 13ാം കണ്ണറപ്പാലവും മനോഹരമായ നെൽപ്പാടങ്ങളും കടന്ന് ഒരു യാത്ര. ഈ യാത്ര മനോഹരമായൊരു യാത്രാനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. വീണ്ടും മനോഹരമായ കാഴ്ചകളുമായി SRN വരുന്നതാണ്. ബൈ ബൈ.